എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാൻ മാസത്തിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ആ റമളാൻ കടന്നു വരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. മറ്റുള്ള ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണം, പൈസ ഉള്ളവന് ഹജ്ജിന് പോകണം, സക്കാത്തിന്റെ പണമുള്ളവന് സക്കാത്ത് കൊടുക്കണം. ഓരോ വിഷയങ്ങൾ അങ്ങനെയാണ് എങ്കിൽ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുന്നതിന് 2 മാസം മുമ്പേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് 2 മാസക്കാലം മുമ്പ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ റജബിൽ നീ ബർക്കത്ത് ചെയ്യണം, ശഅബാനിൽ നീ ബർക്കത്ത് ചെയ്യണം. പടച്ചവന് വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ ആ റമളാനിൽ നോമ്പ് പിടിക്കുവാനും ആ റമളാനിൽ നന്മകൾ ചെയ്യുവാനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസ്സും എനിക്ക് നൽകണേ എന്ന് എൻ്റെ പ്രിയ ദാനം നൽകാതെ വന്നാൽ അള്ളാഹു ആദരിച്ചതിനെ നിന്ദിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താ? അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ എങ്ങും പോകണ്ട, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സാക്ഷാൽ ഇബ്ലീസിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളുടെ ഉസ്താദായി അവരുടെ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ, അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്യ്, ആദമിന് നിന്നെക്കാളും ശ്രേഷ്ഠതയുണ്ട്, ആദമിന് നിന്നെക്കാളും അറിവുണ്ട്, അതുകൊണ്ട് ആദമിന് നീ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാസീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവായ അവനോട് അല്ലാഹു പറയും. അവൻ പറഞ്ഞ മറുപടി, പടച്ചവനെ, എന്നെ നീ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, ആദമിനെക്കാളും ശ്രേഷ്ഠത എനിക്കാണ് പടച്ചവനെ, അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല. അപ്പൊ അള്ളാഹു ആദരിക്കാൻ പറഞ്ഞിട്ട് ആദരിക്കാതെ വന്നപ്പോൾ അത്രയും ഉയർന്ന പദവിയും സ്ഥാനവും ഉണ്ടായിരുന്ന അസാസീലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളുവരെ ശപിക്കപ്പെട്ടവനായ രീതിയിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ പേര് പറയുമ്പോൾ, മീകായിലിന്റെ പേര് പറയുമ്പോൾ, അസ്റായിലിന്റെ പേര് പറയുമ്പോൾ, മലക്കുകളുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയും അവിടെ നമ്മൾ പറയും അസ്റായിൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദരിക്കും നമ്മൾ. അപ്പൊ ആ ജിബ്രീലിനെക്കാളും ഉയർന്ന സ്ഥാനത്തിരുന്ന അസാസീൽ അള്ളാഹു ആദരിച്ചതിന്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിന് ആദരിക്കാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്ലീസിന് കൊടുത്തിരിക്കുന്ന പേര് ലഅനത്താക്കപ്പെട്ടവൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന്റെ പേര് പറയും അങ്ങനെ പറയണമെന്ന. അപ്പൊ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അത്രയും തരം താഴുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തരം താഴ്ത്തി. എന്തിന്റെ പേരിൽ? അല്ലാഹു ആദരിച്ചതിന് ആദരിക്കാതെ വന്നപ്പോ, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാതെ വന്നപ്പോ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തരം താഴ്ത്തിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അതിന്റെ മഹത്വം മനസ്സിലാക്കണം. മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി ഈ മാസത്തെ നമ്മൾ കാണാൻ തീരുമാനിച്ചാൽ അതിലൂടെ നമുക്ക് വലിയ നഷ്ടവും വലിയ നാശവും നമ്മളിലേക്ക്, നിന്ദ്യതയും, അവസാനം നമ്മളുടെ ആഖിബത്ത് പോലും മോശമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് പറയുകയാ, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ഈ അല്ലാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം, അല്ലാഹുവിന്റെ മാസത്തെ നാം ബഹുമാനിക്കണം. അതിന് നൽകേണ്ട സ്ഥാനങ്ങളും അത് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്, അല്ലാഹുവേ റജബ് മാസത്തിൽ നീ ബറക്കത്ത് ചെയ്യണം, ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ റജബിനെ നമ്മൾ ആദരിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യാതെ വന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാതെ വരുമ്പോൾ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാകുന്ന ഒരു ഹദീസാണ്. റവിയ അന്നഹു അലൈഹിസ്സലാം ദഖലൽ മസ്ജിദ ഫർആന ഇമാ ഫഖാല യാ അലി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാരിതങ്ങളും പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന ഒരു സ്വഹാബി ഒരു മനുഷ്യനെ കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, ആ കടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യുവാൻ വിളിച്ചുണർത്താൻ പറയുകയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ ചാരത്ത് കടന്നു ചെന്നു. കിടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് നന്മ ചെയ്യുവാൻ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്മ ഉപദേശിക്കാൻ അവിടുന്ന് നന്മ ഉപദേശിക്കാൻ അവിടുന്ന് വല്ലാത്ത ആഗ്രഹമാണല്ലോ. അങ്ങ് നന്മ ഉപദേശിക്കാൻ മുന്നിട്ട് കിടക്കുന്ന ആളാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങ് പറയാതെ എന്നോട് പറയാൻ പറഞ്ഞത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അലിയേ, ഞാനെങ്ങാനും ആ മനുഷ്യനെ പോയി വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറയുമ്പോൾ ആ മനുഷ്യൻ അനുസരിക്കാതെ വന്നാൽ തങ്ങൾ പറയുന്നു, ഞാൻ പോയി വിളിച്ച് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ വന്നാൽ ആ മനുഷ്യന്റെ കാര്യം അവിടുന്ന് വലിയ പ്രയാസം, അവിടുന്ന് ഈ കുഫറിലേക്ക് പോകുന്നൊരവസ്ഥ. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഈമാൻ തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ. പക്ഷെ നീയാണെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ മനസ്സിലാക്കേണ്ടതാ, അള്ളാഹു ആദരിച്ച കാര്യങ്ങളെ നാം നിന്ദിക്കുന്നതിലൂടെ അനുസരിക്കാതെ വരുമ്പോൾ, പരിഗണിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്ക എന്ന് പറയുന്ന രാജ്യത്തിന്, നാടിന് വല്ലാത്ത മഹത്വമുണ്ട്. മക്കയ്ക്കും മദീനയ്ക്കും വല്ലാത്ത സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ താമസിക്കാതെ തായിഫിന്റെ പരിസരത്താണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പോയി താമസിക്കുന്നത്. എന്തുകൊണ്ടാ അടുത്ത് കിടക്കേണ്ട മക്കത്ത് കിടക്കാതെ ഇത്രയും ദൂരെ പോയി കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, അല്ലാഹു ആദരിച്ച നാട്, അല്ലാഹു ഇഷ്ടപ്പെട്ട നാട്, അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞ നാടാണോ മക്ക, മദീന. അപ്പൊ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. ഈ നാടിന് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാതെ വരുമ്പോൾ അനാദരവ് കാണിക്കുന്നതിലൂടെ എനിക്ക് വലിയ നഷ്ടമുണ്ടാകും. എന്റെ ആഖിബത്തും എന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ നാടിന് പുറത്തുപോയി താമസിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നു. ഈ റജബ് മാസത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തെറ്റുകളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിക്കുക. പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അള്ളാഹുവിന്റെ മാസമാണിത്. ഈ മാസത്തെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന്, വലിയ വലിയ പാപങ്ങൾ ചെയ്യാതെ, എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി കാണാതെ ഈ മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് കരുതിയിട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയണം. നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ മാസത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം. അങ്ങനെ ആദരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയും. റജബ് മാസമായത് അള്ളാഹുടെ മാസമാ. അള്ളാഹുടെ മാസത്തിലാണോ നിസ്കരിക്കാതെ നടക്കുന്നത്? അള്ളാഹുവിന്റെ മാസത്തിലാണോ നോമ്പ് പിടിക്കാതെ നടക്കുന്നത്? അള്ളാഹുവിന്റെ മാസത്തിലാണോ നീ ഖുർആൻ ഓതാതെ നടക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ
ഈ വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിന്റെ ബഹുമാനം കൊണ്ട് നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2ാമത്തെ കാര്യം, അധികമായിട്ട് ഈ മാസത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം, നന്മകൾ അധികരിപ്പിക്കണം. അള്ളാഹുവിന്റെ മാസം കടന്നു വന്നിട്ട് നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കരിക്കണം, പകല് നോമ്പ് പിടിക്കണം, ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യണം. അതിനുള്ള ഒരു ട്രെയിനിങ് ആയിട്ട്, ഒരു മുന്നൊരുക്കമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് റമദാൻ വരുമ്പോൾ വന്ന് 20 റക്അത്ത് നിസ്കരിക്കാൻ വലിയ പ്രയാസം. അപ്പോൾ അൽഹംദുലില്ലാഹ്, റമദാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുക, അതുപോലെ തന്നെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക, ചെറിയ ചെറിയ നോമ്പുകൾ പിടിക്കുക, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുക. റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നോമ്പുകൾ പിടിക്കുക. ഇങ്ങനെ നമുക്ക് റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിയും. അതിനുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ നന്മകൾ അധികമായിട്ട് ചെയ്യണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ റമദാൻ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നടത്തമല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, നമ്മൾ ഒരുങ്ങണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ കാര്യം, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് റജബ് മാസം. ഈ റജബ് മാസത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സൂറത്തുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹത്തമോദാൻ കഴിയുന്നവർ ഹത്തമോദ്. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ള ഓതലല്ല. മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ളത് ഓതലാണ് ഇപ്പോൾ കൂടുതലും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതിയാൽ 2 പ്രതിഫലം, 1 നോക്കി ഓതിയ പ്രതിഫലവും 2 ഓതിയ പ്രതിഫലവും. ഇന്നതൊക്കെയാണ് പല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ മാറിപ്പോകുന്നു. ഇപ്പൊ ദിക്റും ദുആകളും മൊബൈൽ കൂടെ ഇങ്ങനെ ഓതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്മകൾ അധികരിപ്പിക്കാനുള്ള ഖുർആൻ ഓത്, സ്വലാത്തുകൾ പറ, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് മജ്ലിസുൽ പാരായണം ചെയ്യുക, ഹദ്ദാദ് ഓത്, സൂറത്തുൽ വാഖിയ ഓത്, അൽഹംദുലില്ലാഹ് കുറച്ച് ദിക്റുകൾ പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ റമദാൻ വരുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.